അങ്ങനെ ചെകുത്താൻ അന്ത പാണ്ഡ്യണ്ണയ്ക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോക്ക് സംസാരിക്കുന്നത്. അതിന് മുന്നേ ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. അതായത് ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ട ടൈമിൽ ഞാൻ എവിടേക്കോ ചില വീക്കായി പോയതുപോലെ എനിക്ക് തോന്നിപ്പോയി. കാര്യം മറ്റൊന്നുമല്ല, എന്നെ ഒരു 3-4 വർഷമായിട്ട് അടുത്തറിയുന്ന എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ ഒരു വിഷയത്തിൽ ഒരിത്തിരി പേടി തോന്നിയല്ലേന്ന്. എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങളായിട്ട് എന്നെ അടുത്തറിയുന്ന ഒരു വ്യക്തി എനിക്ക് പേടി തോന്നുന്നുള്ള സാധനം ചോദിച്ചെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. കാര്യം മറ്റൊന്നുമല്ല, 2 വർഷമായിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തൊരു ചാനലാണിത്. ഒരാളുടെ സഹായമില്ലാതെ അറ്റ്ലീസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പോലും പറയാതെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ചാനലാണിത്. ഈ ചാനൽ ഒരു പാണ്ടി കാരണം ഇല്ലാണ്ടായി പോകരുത് എന്ന് എനിക്കുണ്ടായിരുന്നു. ആ ഒരു പേടി ഉണ്ടായിരുന്നു. ചാനൽ പോകുമോ എന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു. ബാക്കിയുള്ള ഈ കായികപരമായിട്ടുള്ള സാധനം നമുക്ക് പേടിയാണേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അവർ പെരിയ ആളുങ്ക ഗണ്ണ് ഇருக்கு, നിറയെ ആളുങ്ക ഇருக்கு, ഞാൻ ചിന്ന കുളന്തേ, നമ്മ എന്നെ പണ്ണ മുടിയാ, നമ്മളാലെ ഒന്നും പണ്ണ മുടിയാതെ. ഇനി അതല്ല, എന്തെങ്കിലും പണ്ണണമെന്നുണ്ടെങ്കിൽ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഒറ്റയ്ക്ക് വരണം. ഓക്കെ, 2 തന്തയ്ക്ക് പറഞ്ഞ പരിപാടിയല്ല കാണിക്കേണ്ടത്. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവൻ ഒറ്റയ്ക്ക് വരണം. ഓക്കെ, അപ്പോൾ നമ്മളാ ഒരു സ്ട്രൈക്കിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഏകദേശം അതിൻ്റെ കുരുക്കളൊക്കെ ഇങ്ങനെ അഴിച്ചു വരുന്നു. ഒരു 14 ദിവസം കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അപ്പോൾ എന്തായാലും പിന്നെ കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സിൽ പറഞ്ഞത് സെക്കൻഡറി ഒരു ചാനൽ തുടങ്ങണമെന്നുള്ളത്. തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഒരു ചാനലുണ്ട്, CAD മൂസ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ഞാൻ കമ്മ്യൂണിറ്റിയിൽ അതിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കംപ്ലീറ്റ്ലി എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് മാത്രം തുടങ്ങിയിരിക്കുന്ന ഒരു ചാനലാണ്. അഥവാ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ അവിടെ ഉണ്ടായിരിക്കും. പിന്നെ ഞാൻ എൻ്റെ വീഡിയോസിനൊക്കെ അത്യാവശ്യം പറയാനുള്ള കാര്യങ്ങൾ പച്ചയ്ക്ക് വെട്ടിത്തുറന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് കുറേ വാക്കുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് പരിമിതപ്പെടുത്തി. അത് ഈ മെയിൻലി ഈ ചാനലിൻ്റെ ഈ ഒരു ഇഷ്യൂ ആയിട്ടുള്ള ആ ഒരു പേടി ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പം അതിൻ്റെ ആവശ്യമില്ല. കാര്യം പണ്ടേതൊരു മഹാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ പേടിച്ച് ഭീരുവായിട്ട് ജീവിക്കുന്നതിലും നല്ലത് ധീരനായിട്ട് മരിക്കുന്നത് തന്നെയാണെന്ന്. അപ്പം ഞാൻ ധീരനായിട്ട് മരിക്കാനൊന്നും പോകില്ല കേട്ടോ. ചില കാര്യങ്ങൾ ഇവിടെ നമ്മൾ പറയണം. ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചെറിയ രാഷ്ട്രീയത്തിലോട്ട് അങ്ങ് ഇറങ്ങും. അതേ ഇനി പറ്റുള്ളൂ. ഓക്കെ, എന്തായാലും ചെകുത്താനാണെങ്കിൽ ഇട്ടേക്കുന്ന ആ ഒരു വീഡിയോ, അതായത് ഒരു ലൈവ് ഇട്ടേക്കുന്നായിരുന്നു സ്റ്റേഷനിലൊക്കെ പോയിട്ടുള്ള ആ ഒരു വീഡിയോ ഞാൻ അങ്ങോട്ട് പ്ലേ ചെയ്യാം. ഞാൻ തൃക്കാക്കര സ്റ്റേഷനിലെ ബാലയ്ക്കെതിരെ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി വന്നതാണ്. പഴയ നമ്മുടെ തോക്ക് കേസ് ഓർമ്മയില്ലേ? ഇവൻ ഈ തോക്കുമായിട്ടൊക്കെ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയൊരു സംഭവമില്ലേ? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സാക്ഷികൾ തോക്ക് കണ്ടതായിട്ടും മാത്രമല്ല ഇവൻ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഇവന് വെടിവെക്കാൻ ഇറങ്ങുന്നത് കൊല്ലാൻ വേണ്ടി വരുന്നതായിട്ട് ഇവൻ പറയുന്നത്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ഇവൻ അതുകൂടാതെ നമ്മൾ അറിയാത്ത സമയത്തൊക്കെ പലരും വന്ന് നമ്മുടെയൊക്കെ അടുത്ത് വന്ന് ഈ ഇത്തരം സംസാരമൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഇങ്ങനെ കണക്റ്റഡാണെന്ന് എനിക്ക് മനസ്സിലായോ? പലരും വന്ന് വെറുതെ നിൽക്കുന്നിടത്തൊക്കെ വന്നിട്ട് ഈ ചൊറിഞ്ഞ വർത്താനം പറയുക. വീട്ടിലൊരാൾ ചെറുത്തം വന്നിട്ട് ഒന്നല്ല, ഒരു 2-3 കയറി വന്നിട്ട് പറയാം, കഥ തുറന്ന് പറയാം, ഇങ്ങനെ കഥ ഒന്നും തുറക്കല്ലേ, ജീവന് ഭീഷണിയുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ എനിക്കിപ്പോൾ ഓർമ്മ വന്നാൽ ഇവരൊക്കെ പറയുമ്പോൾ ഇത് കണക്റ്റ് ആവുന്നത്. അപ്പോൾ അതുകൂടെ കൂട്ടി വെച്ചോണ്ടേ എന്താണ് ഒരു പരാതി കൊടുക്കണം. അതുകൂടാതെ ഈ വഴിയിൽ നമ്മൾ എവിടെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഓരോരുത്തർ വന്നിട്ട് ചുമ്മാതെ ചൊറിയത്തില്ലേ, അത്രയും പരിപാടിയൊക്കെ നടന്നിട്ടുണ്ടെന്നേ. ഇതിൽ ഇവൻ്റെ കളികളാണെന്നുള്ളത് നമ്മൾ പിന്നല്ലേ അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് പരാതി തന്നെ കൊടുത്തേക്കാന്ന് വിചാരിച്ചു. കാരണം ഓൾറെഡി ആ കേസ് കിടപ്പുണ്ട്. അതിൻ്റെ മണ്ടയ്ക്ക് നിന്നുണ്ട് ഇപ്പോൾ ഇവൻ കമ്മീഷൻ ഓഫീസിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഈ ഭീഷണിയൊക്കെ പെടുത്തേക്കുന്നു, അടിക്കും തല്ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കണ്ടില്ലേ, അതായത് ഭീഷണിയാണ്. അപ്പം ഏത് നിമിഷം എന്തെങ്കിലുമൊക്കെ സംഭവിക്കാന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്. അന്ത പാണ്ടിയുടെ അടുത്ത് തമിഴിൽ ആരെങ്കിലും ട്രാൻസ്ലേറ്റ് പണി കൊടുക്കോ, ഏതെങ്കിലും ഒറ്റ തന്തയ്ക്ക് പിറന്ന കുളന്ത താ നീങ്ക എങ്കിൽ ഒറ്റയ്ക്ക് വന്നി പണ്ണണം. അല്ലാതെ ഇന്ത ആൾക്കാരെ വിട്ടിട്ട് ഗണ്ണ് എടുത്തിട്ട്, ഓക്കെ എല്ലാവർക്കും ഗണ്ണ് വാങ്ങാനുള്ള സാമ്പത്തികം ഇല്ലടേ, അതിനുള്ള അത്ര ഇപ്പം എന്താ ഞാനും ചിന്ന കുളന്ത ഇതാ എനിക്കും അന്ത ഗണ്ണ് വാങ്ങുறதுக்கு അന്ത അവളോ കണക്ഷൻസ് ഇല്ലേ, അന്ത ഇത്രയും പൈസ ഇല്ലേ, അതിനാളെ உங்களுக்கு ஏதாவது பண்ணணும்னு இருக்குன்னா ഒറ്റയ്ക്ക് വാങ്ങുക, അത്രേ പറയാനുള്ളൂ. അതാണ് ചെകുത്താൻ്റെ അടുത്ത് നിങ്ങൾ അവിടെ ഇവിടെ ആൾക്കാരെയൊക്കെ വിട്ടിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഏത് നിമിഷവും ചെകുത്താൻ കൊല്ലപ്പെടാം. ഓക്കെ, ചെകുത്താനാണ് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഇവിടുത്തെ നമ്മുടെ നിയമപാലകർ, ഓക്കെ അതിൽ ചില ആൾക്കാർ, എല്ലാവരും അല്ല കേട്ടോ പറയുന്നത്, ചില ആൾക്കാർ ബാലയുടെ ഈ എച്ചിന് നക്കി നിൽക്കുന്ന കുറേ ടീംസ് ഉണ്ട്. അവർ എന്തായാലും ഈ സാധനങ്ങളൊക്കെ ഇത്രയും സംഭവങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. ചെകുത്താൻ മരിച്ചാലും നിങ്ങൾ ഓക്കെ ഒരു വണ്ടി തട്ടി ഒരു മനഃപൂർവ്വം അല്ലാത്ത നരഹത്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആക്കി തീർക്കുക, അത് വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് എന്തായാലും വരും ദിവസങ്ങൾ അറിയാൻ പറ്റും. ഈ കാര്യത്തിൽ നമുക്ക് നീതി കിട്ടും എന്നുള്ളത് ആദ്യം മുതൽ അവസാനം വരെ ഉറപ്പുള്ള കാര്യമാണ്. നീതി വേണമല്ലോ. നീതി കിട്ടി. എന്തായാലും ഈ കേസ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നേക്കുന്നൊരു ബൈറ്റ് ഉണ്ട്. ഞാൻ ആദ്യം ഇങ്ങോട്ട് പ്ലേ ചെയ്തിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. ഇത് പറയുമ്പോൾ അതിനൊരു ലോജിക്കില്ല. തോക്കുണ്ടോന്ന് ചോദിച്ചാൽ പറയാം തോക്ക് അന്വേഷിക്കുമെന്ന്. അപ്പോൾ എപ്പോഴും അന്വേഷിക്കാൻ പറയാം, അപ്പോൾ തന്നെ അന്വേഷിക്കണം. എന്നിട്ട് അപ്പോൾ അന്വേഷണം നടന്നില്ല, അപ്പോൾ പരാജയപ്പെട്ടില്ലേ. 3 ദിവസം കഴിഞ്ഞിട്ട് തോക്ക് എടുക്കാൻ പോയത്. ഈ ഓഫീസർ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പുള്ളി പറഞ്ഞ അന്നത്തെ ഓഫീസറുടെ കുഴപ്പമാണ്, നമ്മളാണെങ്കിൽ അങ്ങനെയല്ല ചെയ്യുന്നതെന്ന് പുള്ളി പറയുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം? കേട്ടല്ലോ, അന്നത്തെ ഓഫീസറിന്റെ പ്രശ്നമാണെന്നുള്ള അവിടെ ഇരിക്കുന്ന ഇപ്പോഴത്തെ ഓഫീസർ തന്നെ പറയുന്നു. അതായത് അന്നത്തെ ഓഫീസർ നമ്മുടെ അണ്ണയുടെ എച്ചിൽ നക്കിയിട്ടാണ് ഇരിക്കണത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ടെന്നുള്ളത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഒന്നും വേണ്ട. ഓക്കെ, അമൃത എന്ന് പറയുന്ന ആ ഒരു ലേഡിയുടെ കുഞ്ഞിനെ, ഓക്കെ ആ ഒരു ലേഡിയുടെ കുഞ്ഞെന്ന് തന്നെ പറയാം. അപ്പം ആ ഒരു കുഞ്ഞിൻ്റെ കേസിനകത്ത് ഇയാൾ ഫോർജറി ചെയ്തപ്പം തന്നെ ഇയാളുടെ കാര്യങ്ങളൊക്കെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ എനിക്ക് ആ ഒരു സ്ട്രൈക്ക് എന്നതിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ
ഇപ്പം ഇത് ചെകുത്താനാണല്ലോ, എൻ്റെ ചാനലിൻ്റെ പേര് സാത്താൻ 321. ഇനി ചെകുത്താൻ സാത്താൻ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കും പുള്ളി. ഭയങ്കര കോമഡിയാണ് ഇതിനകത്ത്. ഈ ചെകുത്താനെ ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലില്ല. ഓക്കെ, ആരും തോക്ക് കണ്ടിട്ടില്ല എന്നല്ലേ പറയുന്നത്? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനത് പറയാൻ ഒരുപാട് പേര് അന്ന് നൈറ്റില് 12:30 അവൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എന്നെ അറിയാം, ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണെന്നും പറഞ്ഞു. ഒരുപാട് പേരോട് ഇനി ഒരുപാട് ഉണ്ട്. ഞാൻ പറഞ്ഞ കുറെ ചാനലും അവർക്ക് ഇത് പറയുമെന്ന് അറിയില്ല. പുറത്തു വന്നവർ ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ ആക്ഷനോ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. പാലാരിവട്ടം സ്റ്റേഷൻ എനിക്ക് ഞാൻ കൊടുത്തു, ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, സുരക്ഷയ്ക്ക് ഇത് വേണമെന്ന് പറഞ്ഞാൽ കൊടുത്തതിന്റെ റെസിപ്റ്റ് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇയാളുടെ കയ്യിൽ ഗണ്ണുണ്ടെന്നുള്ളത് ഓരോ ആൾക്കാരും ഇങ്ങനെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, കഴിഞ്ഞ ദിവസം സീക്രട്ട് ഏജന്റ് ഒക്കെ സമ്മതിച്ചേക്കുന്ന കാര്യം. നമ്മുടെ ക്രേസി ഗോപാലൻ സിനിമയ്ക്കകത്ത് ബിജുമേൻ്റെ അടുത്ത് നമ്മുടെ മറ്റേ മനോജ് കെ ജയൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങൾക്ക് ഒരു ദിവസം എത്ര ഇതുപോലെ ബോംബ് സ്ഫോടനം നടക്കുന്നുള്ള ഭീഷണി വരുന്നുണ്ട്, എത്ര കോൾസ് വരുന്നുണ്ടോ ചോദിക്കുക. അപ്പം ബിജുമേനൻ പറയുന്ന ഒരു ഡയലോഗാണ്, അങ്ങനെ നിറയെ കോൾസ് വരും, അതിൽ മെജോറിറ്റിയും ഫേക്ക് ആയിരിക്കും, പക്ഷേ അത് അന്വേഷിക്കുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ് എന്നുള്ളത്. ഓക്കെ, പബ്ലിക്കിൽ വന്ന് ഇയാളുടെ കയ്യിൽ തോക്കുണ്ടെന്ന് പറയുന്നത് ഇത്രയും ഓക്കെ, വെറുതെ ചുമ്മാ ആൾക്കാർ വന്നിട്ട് പിള്ളേരുകളി സാധനമൊന്നും അല്ലല്ലോ പറയുന്നത്. ഇവിടെ സീക്രട്ട് ഏജന്റ് അത്യാവശ്യം ഈ പറയുന്ന ക്രെഡിബിലിറ്റി ഇല്ലാത്തൊരു വ്യക്തിയാണ്. പിന്നെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് ഇദ്ദേഹം നിന്ന് സംസാരിക്കുന്നത്. അയാളുടെ ഈ തോക്കുണ്ട്, എന്തിനേറെ പറയുന്നത്, സ്വന്തം ഭാര്യ വന്ന് പറയുകയാണ് ഇയാൾ ഇത്രയും കാര്യങ്ങൾ ക്രൂരകൃത്യങ്ങൾ ചെയ്തു എന്നുള്ളത്. അപ്പം അതിനെതിരെ ഈ പറയുന്ന വനിതാ കമ്മീഷനോ അങ്ങനത്തെ സാധനങ്ങൾ അവർ പോലും ഇറങ്ങിയിട്ടില്ല. കുറേ ഫെമിനിസ്റ്റുകളുണ്ടല്ലോ, എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കുറേ മേക്കപ്പും കുറേ വലിയ മുണ്ട കണ്ണാടിയൊക്കെ വെച്ചുകൊണ്ട് കുറേ ടീംസ് വരുമല്ലോ, അവരാരും ഇവിടെ കണ്ടില്ലല്ലോ. എന്താ ആരും വരാത്ത? ഇത്രയ്ക്ക് പേടിയാണോ ഈ പാണ്ഡ്യനെ? ഏരിയായിട്ടുള്ള അവരാണ്. എലിസബത്താണ് ഫസ്റ്റ് പരാതി കൊടുക്കുന്നത്. എനിക്ക് ഈ ബാലയുടെ പേരിൽ ഒരു പരാതിയില്ല. കാരണം എനിക്ക് കണ്ടറിഞ്ഞുള്ള കാര്യങ്ങൾ, ഇവർ കൊടുക്കുന്ന പരാതിക്ക് തോക്ക് കണ്ടിട്ടുണ്ടോ? ഞാൻ തോക്ക് കണ്ടിട്ടുണ്ട്. ഞാനത് ഈ പറഞ്ഞ അതേ ഇതിൽ ഉറച്ചിരിക്കുന്നു. അത്രയും കാര്യങ്ങൾ എനിക്ക് സഹായിക്കാനേ പറ്റുള്ളൂ. ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റും, ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അല്ലാതെ എനിക്കിത് അത് തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയുന്ന കാര്യം. എനിക്ക് തോന്നുന്നു ഇപ്പോഴും എലിസബത്ത് ആ ഒരു ലേഡി പേടിച്ചിരിക്കുകയാണെന്ന് തോന്നി. നീ എന്തിനാണ് പേടിക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാത്തത്. ഇത്രയും തെളിവുകൾ കയ്യിലുണ്ട്, ഇപ്പം സപ്പോർട്ട് ചെയ്ത് പറയാനൊക്കെ ഉണ്ട്. ഓക്കെ, പറയുന്ന കാര്യങ്ങൾ സ്റ്റേഷനിൽ ഒരു കാര്യം പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് സപ്പോർട്ട് ചെയ്യാനെ കൊണ്ട് സാക്ഷികളായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കണ്ടിട്ടുള്ള അതിൻ്റെ ദൃക്സാക്ഷികളായിട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ആ ഒരു കരൾ കൊടുത്തേക്കുന്ന ഒരു പൂച്ചാണ്ടി ഉണ്ടല്ലോ, ആ പൂച്ചാണ്ടി പാതിരാത്രിയിൽ കയറി വന്ന് ലേശം ഉളുപ്പ് നിങ്ങളൊന്ന് ആലോചിക്കണം. അവൻ്റെ ഉളുപ്പ് പാതിരാത്രിയിൽ വീട്ടിൽ ഒരു വേറൊരാളുടെ ഒക്കെ മറ്റൊരാളുടെ വൈഫ് ഭാര്യയൊക്കെ ഇരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഒരു കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു ഇത് വേണ്ടത്. അവനാണ് അവൻ വലിയ മോൻ, അവൻ ഇതിനെക്കാട്ടി വലിയ മോനാണ് അവൻ. അത് ഓക്കെ, ഞാൻ ഇവിടെ മുമ്പത്തെ വീഡിയോസിനകത്തൊന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഇവിടെ ഞാൻ അതൊന്ന് എടുത്ത് പറഞ്ഞത്. ഇനി പ്രശ്നമുള്ള കൂട്ടത്തിലാവട്ടെ, ഇവന് ഉദ്ദേശിക്കുന്ന ആളല്ല, ഇവന് ഭയങ്കര അഗ്രസീവാണ്. ഇവനങ്ങനെ പുറത്തിറക്കി വിടുന്ന അത്ര അല്ലല്ലോ, വേറെ ആൾക്കാർ അടിച്ചിട്ടുണ്ടല്ലേ. ഒത്തിരി പേര് അടിച്ചതായിട്ട് ഇവൻ ഒരുപാട് പേര് തല്ലിയായിട്ട് എലിസബത്ത് കണ്ടിട്ടുണ്ട്, രണ്ടുപേരെ അടി ഉണ്ടാക്കുന്നത്. അതുകൂടാതെ അമൃതയുടെ കേസ് വന്നപ്പോൾ ഒരു ഡ്രൈവർ പയ്യനെ 18 വയസ്സ് രണ്ട് പ്രായമുള്ള അത് വീഡിയോ വന്ന അവൻ വീഡിയോ പറയുന്നുണ്ട്, അവന്റെ കർണക്കുറ്റി അടിച്ചിട്ട് അവന്റെ ചെവിക്കൽ വിട്ട് ചോര വന്നിട്ടുണ്ട്. അന്ന് അവൻ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം അറിയാതെ പേടിച്ചു പോയി. ഇവൻ ഈ പേടിയുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവൻ അവരെയൊക്കെ വല്ലാണ്ട് ആക്രമിക്കുന്നുണ്ട്. അതുകൂടാതെ പിന്നെയും കഴിഞ്ഞ ഇടയ്ക്കൊക്കെ എവിടെയൊക്കെ ഒരു അടി വന്നിട്ട് ഞാനിങ്ങനെ ഇവിടെ നിന്നൊക്കെ കേട്ടറിയുക അതാരാണ്. ഇതാണ് ഞാൻ പറയുന്നത്, എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പണ്ണണോ, അല്ലാതെ ഇത്ര ആൾക്കാരെയൊക്കെ കൂട്ടി വന്നു കഴിഞ്ഞാൽ എന്നെ പണ്ണ മുടിയും, അല്ലെങ്കിൽ മുൻകൂറായിട്ട് നിങ്ങൾ പറയണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കളം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത്ര ആൾക്കാരായിട്ട് വന്നു കഴിഞ്ഞാൽ അവരെയൊക്കെ ഇടിച്ചിടാനെ കൊണ്ട് നമ്മൾ സൂപ്പർമാൻ്റെ ജെട്ടിയൊന്നും ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ രജനികാന്ത് കിടയാത് നമ്മെല്ലാം അത് അന്ത രജനികാന്ത് കിടയാത്. ഓക്കെ, പിന്നെ ഗണ്ണുമായിട്ട് വന്നാൽ എണ്ണ പണ്ണ മുടിയും, നമുക്ക് അന്ത ഗണ്ണില്ല. ഏതോ ഡ്രൈവർ അടിച്ചുകൊണ്ട് ഇവിടെ നാട്ടിൽ പലരുമായിട്ട് ഈ ബാല അടി ഉണ്ടാക്കുന്നുണ്ട്. മനസ്സിലായോ? ഭയങ്കര അക്രമാസക്തനായ ഒരു മനുഷ്യനാണ്. ഇവനെ എന്തുകൊണ്ട് ഇങ്ങനെ വെറുതെ വിട്ടേക്കെന്ന് അറിയത്തില്ല. ഒരുപാട് പരാതികളൊക്കെ പലയിടത്തും പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലും അവിടെ നിന്ന് ഇങ്ങനെ ഉഴപ്പ് ഒതുക്ക് ഇങ്ങനെയൊക്കെ ഇവനെ എന്തിനാ സംരക്ഷിക്കുന്നത് എനിക്കറിയത്തില്ല. എന്തിനാണ് ഞാൻ പറയുന്നത്? വേറെ ആരുടെ കേസ് എടുത്തോട്ടെ, പക്ഷേ തോക്കുമായിട്ടെടുത്ത് വീട്ടിൽ വന്ന് സാധാരണക്കാരുടെ വീട്ടിൽ ആരെങ്കിലും അങ്ങനെ ചെന്ന് കയറി അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഈ പോലീസ് അന്ന് ട്രീറ്റ് ചെയ്തിട്ടില്ല. ബാലെ ഒരു അന്വേഷണം ഇല്ലാന്ന് ഒന്നും ഇല്ലാന്ന്. പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ട് ബാലയുടെ വീട്ടിൽ തോക്കിന്റെ തെരച്ചിൽ എന്ന രീതിയിൽ പോലീസ് കയറി ചെന്നിട്ട് ആ വീട്ടിൽ തിരഞ്ഞിട്ടില്ല, വെറുതെ കയറി ഇരുന്ന് സംസാരിച്ചിട്ട് തിരിച്ചിറങ്ങി പോന്നിട്ടേ ഉള്ളൂ. അതിനകത്ത് എലിസബത്ത് ഇരിപ്പുണ്ട്, മോളിൽ 6 കൂട്ടിയിട്ടുണ്ട്. അതാണ് ആ പാണ്ഡ്യയുടെ അടുത്ത് അണ്ണ എന്തുകൊണ്ടാണ് വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി വന്ന് അവൻ്റെ എച്ചിലും നക്കിയിട്ട് അങ്ങനെ കുറേ എണ്ണങ്ങൾ. ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ പരിചയത്തിൽ ഇതുപോലെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആത്മാർത്ഥതയോടെ നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഈ പറയുന്ന പോലെ പൈസയുടെ ഇൻഫ്ലുവൻസോ കൊണ്ട് ഒന്നും ഒരു അടി പോലും അനങ്ങാത്ത നട്ടലുള്ള കുറേ ഉദ്യോഗസ്ഥരെ എനിക്ക് പേഴ്സണലി അറിയാം. കുറേ പോലീസ് ഉദ്യോഗസ്ഥരെ എനിക്ക് പേഴ്സണലി അറിയുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കെല്ലാം നാണക്കേടുണ്ടാക്കുന്ന കുറേ പൂച്ചാണ്ടികളുണ്ട് ഇതിനകത്ത്. ഓക്കെ, അവൻ്റെയൊക്കെ പിമ്പായിട്ട് നടക്കുന്ന കുറേ എണ്ണങ്ങൾ. നാണമുണ്ടോ നിനക്കൊക്കെ? നിൻ്റെ ഒരു വീഡിയോ, നിൻ്റെയൊക്കെ വീട്ടിലുള്ള സ്ത്രീകൾക്കാണ് ഇതുപോലൊരു അവസ്ഥ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കാണ് ഇതുപോലൊരു അവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ പെൺമക്കളുണ്ടാവും, അവരെ കെട്ടിച്ചയക്കുന്ന വീട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന വരുന്ന ആ ഒരു മരുമോൻ എന്ന് പറയുന്ന ഈ ഒരു രീതിയിലാണെങ്കിൽ അവർക്ക് ഓക്കെ ഇത്രയും ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്കും കൈയടിച്ച് അവർക്ക് സേവ് ചെയ്ത് കൊടുക്കും. ഇവരൊക്കെ അങ്ങനത്തെ ടീംസാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ നാറിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആണുങ്ങളും ക്രിമിനൽസ് തന്നെയാണ്. അതുപോലത്തെ വേറെ ആൾക്കാർ സ്റ്റിൽ ഇപ്പോഴും അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന കുറേ ടീംസ് ഉണ്ട്. ഞാൻ 2-3 കമൻറ്റ്സ് വായിച്ചു തരാം. ഇത് ഇയാളുടെ PR ആണ്. ഓക്കെ, ബിന്ദു AK എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്ന് വന്നേക്കുന്ന ഒരു കമൻറ്റാണ്. ഇപ്പം നിങ്ങളിത് വായിച്ചു, നമുക്ക് പേര് പറയാൻ പറ്റില്ല, സ്ത്രീത്വത്തെ അപമാനിക്കലായിപ്പോൾ പേര് പറഞ്ഞാൽ തന്നെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത നമ്മുടെ ആ ഒരു സ്ട്രൈക്ക് എന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്കും നല്ല കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഇട്ടേക്കുന്നതാണ്.
അത് കഴിഞ്ഞിട്ട് വേറൊരാൾ മറ്റേ ഷിംന എന്ന് പറയുന്ന ഒരു ലേഡി ഉണ്ടല്ലോ, പുള്ളിക്കാരി ഇതേ നാറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു വീഡിയോ ഇടുമ്പോഴത്തേക്കിന് അതിൻ്റെ താഴെ പോയിട്ട് സെയിം കോപ്പി പേസ്റ്റ് അടിച്ച് വെച്ചേക്കുന്ന ഒരു കമൻറ്റ്. ഓക്കെ, ഇതപ്പം കോപ്പി പേസ്റ്റ് സെയിം സാധനം തന്നെ അടിച്ച് വെക്കണമെങ്കിൽ ഇത് PR ആണോ അല്ലെങ്കിൽ ശരിക്കും ക്രിമിനൽ മൈൻഡുള്ള വേറെ ആരെങ്കിലും ആണെന്നുള്ളത് എനിക്കറിയത്തില്ല. ഓക്കെ, ഇപ്പോഴും ഇങ്ങനെയുള്ള കുറേ ക്രിമിനൽസ് ഉണ്ട്. അതിൻ്റെ അത് മാത്രമല്ല, കഴിഞ്ഞ ഞാനിട്ട വീഡിയോക്കകത്താണെങ്കിൽ ആരൊക്കെയോ പറഞ്ഞിരുന്നു, അതായത് ഇവർ നല്ല നിങ്ങൾക്ക് നീതിക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലീഗലിയാണ് മൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ സാധനങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എലിസബത്ത് ലീഗലി ഈ സാധനങ്ങളൊക്കെ ആയിട്ട് തെളിവുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മൂവ് ചെയ്യണം എന്നുള്ള സാധനങ്ങളൊക്കെ ാണ് നമ്മളും പറയുന്നത്. ഓക്കെ, അപ്പോഴും ഇതിനകത്തൂടെ സംസാരിക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നുള്ളതാണ് പല ആൾക്കാരുടെ സംശയം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു കേസ് പറഞ്ഞുതരാം. നമ്മുടെ വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ആ ഒരു പയ്യൻ്റെ കേസ്. ഓക്കെ, ആ ഒരു കേസ് ഫസ്റ്റ് ടേക്കപ്പ് ചെയ്യുന്നത് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ യൂട്യൂബറാണ്. ഓക്കെ, അന്ന് സായി ചേട്ടനാണ് ഇത് പബ്ലിക്കിലോട്ട് ഇത് അഡ്രസ്സ് ചെയ്ത് വന്നേക്കുന്ന ആദ്യത്തെ വ്യക്തി. അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ചയാവുകയും പിന്നീടാണ് ഇതിനൊരു TRP വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനൽസ് പോലും ഇത് ഏറ്റെടുത്തുകൊണ്ട് വന്നേക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇവർ അന്തിച്ചർച്ച വലിയ TRP വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതാക്കാൻ തുടങ്ങിയതിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥർക്ക് അതിൻ്റെ മേലുള്ള നല്ല പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു ഇൻഡിവിജ്വൽ യൂട്യൂബർ ഒരൊറ്റ ഒരാൾ സംസാരിച്ച് തുടങ്ങിയൊരു സാധനമാണ്. അത് പിന്നീട് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത്ര മാത്രം നിങ്ങൾ വിചാരിക്കുക. അതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനൊക്കെ താല്പര്യമില്ല. വേറൊരു തരത്തിലാണ് അവർ നിയമവശങ്ങളും മറ്റു കാര്യങ്ങളും കൊണ്ടാണ്, അതായത് മീഡിയയ്ക്ക് ബൈക്ക് കൊടുത്തിട്ടില്ല, എൽസബത്ത് പരാതി കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഡിസ്കസ് ചെയ്യാത്തെന്നുള്ള രീതിയിലാണ് ഈ എൽസബത്തിന്റെ വീഡിയോ വന്നിട്ട് ആരും അനങ്ങാതിരിക്കുന്നത് പറയുന്നത്. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അയാൾക്കൊരു കഴിവുകളോ അല്ലെങ്കിൽ അറിവുകളോ എന്തുണ്ടെങ്കിലും അങ്ങനെയാണ് പറയുമ്പോൾ അയാൾക്ക് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ അന്വേഷണം നടത്തണം. മനസ്സിലായോ? അല്ലാതെ ഇത് കണ്ടിട്ട് മിണ്ടായിരിക്കുമല്ല വേണ്ടത്. നമുക്ക് തോന്നുന്നില്ല ഇത് ചോദിക്കണമെന്ന്. ഇതെന്താ അതോറിറ്റിക്ക് തോന്നാത്ത? നമ്മുടെയൊക്കെ ജീവനും സ്വത്തിനും മാനത്തിനും എന്താ പറയുക സുരക്ഷ ഏർപ്പെട്ട് ആക്കിയേക്കുന്ന ഇവർ ഓത്തെടുത്തിട്ട് ഇവരൊക്കെ ജോലിക്ക് വരേക്കുന്നത്. അവർ ചെയ്യുന്നില്ലല്ലോ. അതിനകത്ത് അങ്ങനെ ഒരു അന്വേഷണം ഇതുവരെ നടത്താതെ അന്വേഷിച്ചാൽ മതി. ആരും എഫ്ഐആർ കേസിലോട്ട് കൂടിക്കുവാൻ തൂക്കിക്കൊള്ളണമെന്ന് പറയുന്നത്. പക്ഷേ അതുപോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഈ ബാലയ്ക്കെതിരെ. ഇത് നമ്മൾ മുമ്പും പറഞ്ഞേക്കുന്ന കാര്യം തന്നെ. മീഡിയാസ് ഇത് എടുക്കുന്നില്ല. ഇപ്പം പറഞ്ഞല്ലോ, ഒക്കെ നിയമപരമായിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇവിടെ അത്രയ്ക്ക് ക്രെഡിബിലിറ്റി ഉള്ള അത്രയ്ക്ക് നിലവാരമുള്ള ചാനൽസ് ആണോ ഇവിടെ? ഒരാഴ്ച മുഴുവൻ ഒരു സ്ത്രീയുടെ വസ്ത്രധാരണത്തെ കുറിച്ചിട്ട് അന്തിച്ചർച്ച നടത്തിയേക്കുന്ന നെരുകെട്ട ചാനലാണ് നമ്മുടെ മെയിൻ സ്ട്രീം ചാനൽസ് എന്നൊക്കെ പറയുന്നത്. ഒരു നിലവാരം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് മറ്റേ ഈ മനുഷ്യാവകാശ കമ്മീഷനും അങ്ങനത്തെ കുറേ കമ്മീഷൻസ് ഒക്കെ ഉണ്ടല്ലോ. ക്രിമിനൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്. കാര്യം ഗ്രീഷ്മയ്ക്ക് വേണ്ടി സംസാരിക്കൊണ്ട് വലിയ കുറേ ആൾക്കാർ വന്നു. ഇങ്ങനെ ഒരു ആരോപണം വരുവാണ്. ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ഒരു അന്വേഷിക്കാൻ പോലെ ഇപ്പം ചെറുത്താൻ പറഞ്ഞ പോലെ തൂക്കിക്കൊല്ലണമെന്നോ ഒന്നും പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു അന്വേഷണമെങ്കിലും വരണ്ടേ? കാര്യം ഇയാൾ ഒരു ത്രെട്ടനിങ് ആയിട്ട് നിൽക്കുകയാണ്. പല ആൾക്കാരും പറയുന്നുണ്ട്. ഇവിടെ കേസായിട്ട് ഇയാൾ പോയ സമയത്താണെങ്കിൽ അവിടെ പോലും പറയുന്ന കാര്യങ്ങൾ ഒക്കെ അന്നത്തെ ഉദ്യോഗസ്ഥൻ്റെ പിടിപ്പുകാരാണെന്നുള്ളതിൽ അവിടുത്തെ ഉദ്യോഗസ്ഥൻ തന്നെ പറയാണ്. ഓക്കെ, ഇനി സാക്ഷിയായിട്ട് ഒരാളെ കൂടി ലിജു എന്ന് പറഞ്ഞ ആ ഒരു ചേട്ടൻ കൂടെ പോയിട്ട് പറഞ്ഞു അയാളുടെ ഈ തോക്കുണ്ട്, ഇനി എന്താ വരാൻ പോകുന്നത് നമുക്കിനി കണ്ടറിയണം. ഈ ലിജേഷ്, എലിസബത്ത് ഇങ്ങനെയുള്ളവരൊക്കെ പറഞ്ഞറിഞ്ഞാൽ ഇവൻ പല സമയത്തായിട്ട് എന്നെ കൊല്ലണം, എന്നെ പോലീസ് സ്റ്റേഷൻ കൊടുക്കണം, അതുപോലെ തന്നെ സബ് ജയിലിലോട്ട് നിട്ട് കിട്ടിയാൽ ഒരു ദിവസം ഇവനെ ഇടിച്ച് ചോര ഛർദ്ദിപ്പിക്കാൻ ആളുണ്ട് എന്നൊക്കെ ഇവരുടെയൊക്കെ അവരുടെ ഇടയിൽ ഇരുന്ന് പറയുന്നുണ്ട്. ഇത് ഈ പ്രാന്തൻ അത് ചെയ്യും. അത് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഇവിടുത്തെ മീഡിയാസ് സംസാരിക്കാൻ പോകുന്നതും ഇന്ന് ചെകുത്താൻ പറയുന്ന കാര്യങ്ങളൊക്കെ പൊക്കിയെടുത്തുകൊണ്ട് അതിനെപ്പറ്റിയിട്ടൊക്കെ വലിയ അന്തിച്ചർച്ചയാക്കാൻ പോകുന്നത്. ഓക്കെ, ഇവൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇവൻ അന്ന് എന്നെ അടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഈ തോക്കും പൊക്കി എടുത്തുകൊണ്ട് വന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവൻ ഈ കമ്മീഷൻ ഓഫീസിന് മുന്നിൽ നിന്നുണ്ടാണ് വെല്ലുവിളിച്ചേക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഭീഷണിപ്പെടുത്തിയേക്കുന്നത്. നിന്നെ അടിക്കുന്നത്. അപ്പം ഓഫീസർ പറയുന്നത് എൻ്റെ പേരെടുത്ത് പറഞ്ഞില്ല, അതുകൊണ്ട് എഫ്ഐആർ ഇടാൻ പറ്റത്തില്ലെന്നാണ്. എന്നെയും എൽസബത്തിനെ മാത്രമേ പരാതിപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് എന്നെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞേക്കുന്നുള്ളത്. 100% എനിക്ക് ഉറപ്പാണ്. അല്ല വേറെ ആരും അടിക്കുമെന്നൊന്നും ഇതുവരെ പറഞ്ഞ് ഞാൻ കേട്ടു. കമ്മീഷണർ ഓഫീസിന്റെ മുന്നിൽ നിങ്ങളൊരു വെല്ലുവിളി നടത്തി, എന്തായാലും പണി എന്നുള്ള രീതിയിൽ വെല്ലുവിളി നടത്തിയിട്ട് ആളുടെ പേരെടുത്ത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ആക്ഷൻ എടുക്കാൻ പറ്റാത്തത്. ഞാനൊരു സാധാരണക്കാരനാണ്. നമുക്കിതുപോലെ ചില പ്രശ്നങ്ങളും വള്ളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പം അവിടെയൊക്കെ ചെല്ലുമ്പോഴത്തേക്കിന് നമ്മുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ പോലും നമ്മളൊന്ന് സംസാരിക്കുന്നതിൻ്റെ പേരിൽ ഓക്കെ നമ്മുടെ ഈ ഒരു പ്രായം, അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമ്മൾ മുടിയെ കളറൊക്കെ അടിച്ചിരിക്കുന്ന ടീംസൊക്കെയാണ്. അപ്പം മുടിയിലെ കളർ കണ്ടിട്ട് നമ്മുടെ ഭാഗത്ത് എന്താ വിഷയം എന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ട് ഇവരെ കണ്ടറിയത്തില്ല കഞ്ചാവ് മറ്റേതെന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് കേൾക്കേണ്ടി വരുന്ന പഴി എന്തെങ്കിലും അടിയും വിഷയം അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ ഭാഗം കേൾക്കൂല ഒരു കാര്യമില്ല. ആരുടെ ഭാഗത്ത് ന്യായം ഒന്നുമില്ല. നമ്മളെ അങ്ങനെയാണ്. ഇപ്പം നമ്മുടെ ഭാഗത്തിനായി ഓക്കെ അത് കോംപ്രമൈസ് നമ്മൾ അടിച്ചു വിടുകയാണെങ്കിൽ പോലും നമുക്കൊരു അക്ഷരം മിണ്ടാൻ പറ്റില്ല. ഇപ്പം ഇന്ത്യ പോലും നമ്മുടെ കാര്യം പറയുകയാണെങ്കിൽ പോലും ഈ വെല്ലുവിളി ഒരു സാധനം ഇറക്കി കഴിഞ്ഞാൽ നിങ്ങൾ നാട്ടിൽ ഒരു സാധാരണക്കാരനാണ്. പോലീസുകാർ എന്നാ വർത്താനം പറയും, മിക്കവാറും ഒരു സിംഗിൾ കൂടെ കിട്ടും. ഓക്കെ, അങ്ങനെയാണ്. അപ്പം ഇയാൾ ഇങ്ങനെ ഇത്രയും വലിയ ഭീഷണി പെരിയ ആളുങ്ക പെരിയ ഇൻഫ്ലുവൻസർ ഇருக்கு, ഗണ്ണ് ഇருக்கு, ഒന്നുമേ പണ്ണ മുടിയാതെ. അത് നേരത്തെ വന്നിട്ടും ഈ തോക്കം പിടിച്ച് വന്നതും ഈ അടി ഉണ്ടാക്കാൻ വന്നതൊക്കെ നമുക്ക് ഭീഷണി ഉള്ള ഒരു സീരിയസ്നെസ് ഒന്നും അല്ല. ഞാൻ ഇനി അവർ ആരെങ്കിലും എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞെന്ന് പറയണമായിരിക്കും അല്ലേ? അതിനങ്ങനെയല്ല വേണ്ടേ, പേരെടുത്ത് പറയണം. നിങ്ങൾ ചെല്ലണം അവരുടെ വീട്ടിലേക്ക്. അപ്പോൾ അത് വലിയൊരു സംഭവം. നമ്മൾ ശരിയാ, നമ്മൾ അകത്ത് നിങ്ങളുടെ അടുത്തേക്ക് കുഴപ്പമില്ല. തോക്കായിട്ട് നമ്മളൊരു കളിത്തോക്കെടുത്ത് കാണിച്ചാൽ തന്നെ എന്തായിരിക്കും അവസ്ഥ? ആരെങ്കിലും ഒന്ന് പറയട്ടെ, എൻ്റെ ഒരു കളിത്തോക്കുണ്ട്. അതെ, അതാണ് ഇത്രയും ആൾക്കാർ അവിടെ സമ്മതിക്കുന്നുണ്ട് അങ്ങനെ അയാളുടെ കയ്യിൽ തോക്കുണ്ട് എന്തേ പോയി എടുക്കാത്തത്? അവർക്ക് അന്ന് ഇത് ഇവർ അന്വേഷിക്കാൻ പോയപ്പോഴത്തേക്കും അവർക്ക് കണ്ടെത്താൻ കഴിയില്ല. ഒരു സലാം പറഞ്ഞിട്ട് തിരിച്ചു വന്ന് അയാളുടെ എച്ചിൽ നക്കിയിട്ട് തിരിച്ചു വന്ന് ആരെങ്കിലും കൊല്ലും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ടെന്ന് ഞാൻ ഇപ്പം പറയാം. ഞാൻ ഇതുവരെ പറഞ്ഞു ഒന്നും തരിട്ടില്ല. നിങ്ങൾ നോക്കിയാൽ ഇവൻ ആരെങ്കിലും കൊല്ലുന്നിടം വരെ ഒരു വെയിറ്റ് എനിക്ക് അത്ര പറയാം.
നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുന്നത് ക്ലിയർ ആയിട്ട് ഞാൻ പറയുവാണ്. ബാൻ ആരെങ്കിലും കൊല്ലും ഉറപ്പാ. ഇങ്ങനെ പോയ ഇവൻ ഇത്രയൊക്കെ അനാസ്ഥ കണ്ടു കഴിഞ്ഞാൽ അവന് ചെയ്യാനുള്ള ധൈര്യം കൊടുത്തേ ഉള്ളൂ. ഒന്നും അവന് വെളികൊള്ളണമെന്നല്ല. മനസ്സിലായോ? നമ്മളൊക്കെ പരാതി കൊടുക്കുമ്പോൾ ഒരു ഇതാണെങ്കിൽ അവനങ്ങ് ചെയ്യാൻ തോന്നുക. അവന് വെളികൊണ്ട് പോകാനൊന്നുമല്ല. എനിക്കിപ്പോൾ സംശയമുണ്ട്. അവൻ എന്തൊക്കെയോ ഭയങ്കര സപ്പോർട്ടുണ്ട്. അല്ലെ എങ്ങനെയൊക്കെയാണ്? തീർച്ചയായിട്ടും ഇത്രയും അനാസ്ഥ കാണുന്ന ടൈമിൽ ഓക്കെ എടേ നമ്മളെ തൊടാൻ ആരും ഇല്ല. ഓക്കെ ഞാൻ പെരിയ പാണ്ടിടാ, പെരിയ പാണ്ടി മുത്തുപ്പാണ്ടിടാ, இந்த പാണ്ടി ആർക്കും തൊട മുടിയാതെ എന്ന് വെച്ചിട്ട് അപ്പം ഓക്കെ ഇത്രയും ആൾക്കാർ ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല. എനിക്കെതിരെ ആരും കേസ് കൊടുത്തത് ഞാൻ എന്താ പാണ്ടിടാ, അവൻ ഭ്രാന്തനാണ്. ഓക്കെ അവനെ അറിയുന്ന പല ആൾക്കാരും കഴിഞ്ഞ ദിവസം ഇപ്പം നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് കുറച്ച് ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് അപ്പോൾ പറഞ്ഞു ഇവൻ ഭ്രാന്തനാണ്, ഇവൻ എന്തും ചെയ്യും എന്നുള്ള സാധനമാണ്. ആ ഭ്രാന്തൻ്റെ അടുത്ത് തന്നെയാണ് പറഞ്ഞത്. വേറെ ആരും ഈ വീഡിയോ കണ്ടില്ല, നീ ഇത് കാണുമെന്ന് എനിക്ക് അറിയടാ പാണ്ടി, നിൻ്റെ അടുത്ത് തന്നെയാണ് പറയുന്നത്. നീ കൂട്ടമായിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും പണ്ണ മുടിയാതെ, അല്ലെങ്കിൽ അത് മുൻകൂറായിട്ട് പറയണം, നമ്മൾ കളം സെറ്റ് ചെയ്ത് വെക്കാം. ഗണ്ണെടുത്തോണ്ട് വരരുതേ എൻ്റെ പൊന്നെണ്ണി, എനിക്കൊന്നും ചെയ്യാൻ മുടിയാതെ. അല്ലാതെ വാ, ഞാൻ റെഡിയാണ്. ഇപ്പം അടി കൊള്ളാനാണേലും കൊടുക്കുകയാണെങ്കിൽ എന്തിനും ഞാൻ റെഡിയാണ്. നീ എന്താന്ന് വെച്ചാൽ പണിക്കോ. ആരെപ്പറ്റി എന്ത് പറഞ്ഞു? എനിക്കെതിരെ പെട്ടെന്ന് തന്നെ എഫ്ഐആർ എടുത്തു, കേസ് എടുത്തു. ഇവിടെ ആൾക്കാർക്ക് ജീവൻ പോകുന്നു എന്ന് പറയുമ്പോൾ കേസും ഇല്ല, കുഴപ്പമില്ല. അവർക്ക് എഫ്ഐആർ ഉണ്ട്, അന്വേഷിക്കാനുണ്ട്, ഒരുപാട് സംസാരിക്കാനും ചിന്തിക്കാനും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. ഇവനൊക്കെ ഇനി ഇങ്ങോട്ടൊക്കെ വരണമെന്ന് തന്നെ എനിക്ക് സംശയം. ഇങ്ങോട്ട് വരണമെന്ന് തന്നെ സംശയമാണെന്ന്. അപ്പോൾ അവിടെ നിന്ന് നല്ല ട്രീറ്റ് ഒക്കെയാണ് കിട്ടിയേക്കുന്നത്. ഇവന് ഒത്തിരി ഗുണ്ടകൾ കൂട്ടുണ്ട്. അതുകൊണ്ട് അവനെ ഒന്ന് വിശദമായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ ഇവന് പങ്കുണ്ടാവും. ഇതുപോലത്തെ ആൾക്കാരുടെ കൂട്ടുകെട്ട് മൊത്തം ഇവനൊക്കെ പോലീസ് തന്നെ കാണാൻ എന്തെല്ലാം തട്ടിപ്പുണ്ട്. തീർച്ചയായിട്ടും ആ മിഷേൽ ഷാജിയുടെ കേസൊക്കെ പറഞ്ഞപ്പോൾ അതുവരെ ഇയാൾക്ക് ബന്ധം ഉണ്ടാവും. ഓക്കെ കഴിഞ്ഞ ദിവസം ഈ ലിജോ എന്ന് പറഞ്ഞ ചേട്ടൻ എന്താണ് പറഞ്ഞത്? 6ഉം 60ഉം ഈ പൂച്ചാണ്ടി മോനും ഒരുപോലാണ്, ഈ പാണ്ടിക്ക് ഒരുപോലാണെന്നാണ് പറഞ്ഞത്. ഓക്കെ അങ്ങനെയുള്ളൊരു ക്രിമിനലാണ്. അവനെ സ്റ്റിൽ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാർ. ഞാൻ സംസാരിക്കും, ഞാൻ ഇനി സംസാരിക്കും. എനിക്ക് ഈ ഒരു ചാനൽ തീർന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ ചാനലിൽ നമ്മൾ സംസാരിക്കും. അതും പോട്ടെ, നമുക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, നമ്മൾ അതിൽ കൂടെ ഉണ്ടെങ്കിലും സംസാരിക്കും. പിന്നെ ഇത്രയൊക്കെ പറഞ്ഞതിൻ്റെ പേര് ഇനി എന്താണ് കോൺസിക്വൻസസ് ഉണ്ടാവാൻ പോകുന്നതെന്നുള്ളത് എനിക്കറിയത്തില്ല. എന്ത് തന്നെയാണെങ്കിലും ഒരു ഭീരുവായിട്ട് മിണ്ടാണ്ടിരിക്കുന്നതിലും ഭേദം ഇത് തന്നെയാണ് നല്ലതെന്ന് തോന്നി. എന്തായാലും നമ്മൾ അനുഭവിക്കുക, നമ്മൾ പേടിയുടെ ഒരു എക്സ്ട്രീം ലെവൽ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. നമ്മുടെ ചാനൽ പോവുക എന്നുള്ള സാധനമാണ് എനിക്ക് മെയിൻ പേടി. അതിൻ്റെ എക്സ്ട്രീം ലെവൽ നമ്മൾ കണ്ടു, അതിൻ്റെ മുൾമുനയിൽ നമ്മൾ നിന്നു. ഇനി നമുക്ക് പേടിക്കാം. അതിൻ്റെ എക്സ്ട്രീം ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കേണ്ട ആവശ്യം എന്താണ്? പിന്നെ കായികപരമായിട്ടുള്ള കാര്യങ്ങൾ, അതാണ് ഞാൻ ഇതിനകത്ത് ഉടനീളം പറഞ്ഞത്. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഒറ്റയ്ക്ക് വരണം. അവിടെ ഗണ്ണ് പിടിച്ചോണ്ട് വന്നാൽ നമ്മൾ ഒന്നും പണ്ണ മുടിയാതെ, നമ്മൾ ചിന്ന കുളന്തേ എണ്ണ പണ്ണ മുടിയും. ഓക്കെ എന്തായാലും പിന്നെ ഇതിന് ശേഷം ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനകത്ത് അയാളുടെ ഇപ്പോൾ അല്ലെങ്കിൽ ആ നാറിയുടെ എച്ചിൽ നക്കിക്കൊണ്ട് നിൽക്കുന്ന ആൾക്കാർ, നട്ടലില്ലാത്ത ഇങ്ങനെ പുഴുത്തവന്മാർ ഈ ഒരു സേനയുടെ ഉണ്ടാവേണ്ട ആവശ്യമില്ല. കാര്യം ഇത്തരം ഇന്ത്യയിൽ തന്നെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥരാണ്, അല്ലെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഫോഴ്സാണ് നമ്മുടെ കേരള പോലീസ് എന്ന് പറയുന്നത്. ആ ആളുകൾക്ക്, നമ്മുടെ ഈ ഒരു സേനയ്ക്ക് അഭിമാനമായിട്ടുള്ള നമ്മുടെ ഈ ഒരു സേനയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന ഇത്തരം ചില കീടങ്ങളുണ്ട്. ഓക്കെ അവൻ്റേത് വാങ്ങി നക്കിയിട്ട് നിൽക്കുന്ന കുറേ ടീംസ്. എന്തോന്ന് പറയാൻ. എന്തായാലും ഈ ഒരു വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം, ജീവനോടെ ഉണ്ടെങ്കിൽ.